നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പാമ്പ് ശല്യം വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളടക്കം പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ഒരവസ്ഥ വന്നു. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട്, ഇപ്പോഴുമുണ്ട്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പാമ്പുകളെ കണ്ടെത്തി വിൽക്കുന്നത് അത് ഒടുവിൽ വലിയ ഒരു മാഫിയയിലേക്ക് തന്നെ എത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മലഞ്ചെരിവിൽ ഒരൊറ്റ പാമ്പിനെ കണ്ടതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഒടുവിൽ ചൈനീസ് പോലീസിനെ എത്തിച്ചത് ഒരു ഫ്ളാറ്റിനുള്ളിൽ രഹസ്യമായി നടത്തിയിരുന്ന വൻതോതിലുള്ള അനധികൃത മലമ്പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലേക്കാണ്. ഫ്ളാറ്റിനുള്ളിൽ നിന്ന് 300-ലധികം പാമ്പുകളെയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് നടക്കുന്നത് ചൈനയിലാണ്. കിഴക്കൻ ചൈനയിലെ ഒരു ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് 309 പെരുമ്പാമ്പുകളെ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അസാധാരണമാവിധം ഉയർന്ന വൈദ്യുതി ഉപഭോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന്റെ ചുരുളഴിച്ചത്. സംഭവത്തിൽ ഗുയോ എന്ന യുവാവിനെയും കൂട്ടുപ്രതികളെയും കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. തായ്സൗ നഗരത്തിലെ ഒരു പ്രദേശത്ത് വയോധികർ ഒരു വലിയ പെരുമ്പാമ്പിനെ കണ്ടതോടെയാണ് അന്വേഷണത്തിന് തുടക്കമായത്. ഈ മേഖലയിൽ സ്വാഭാവികമായി കാണപ്പെടാത്തതും ചൈനയിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നതുമായ പാമ്പിനെ കണ്ടതോടെ അധികൃതർ സംശയത്തിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു ഉരകവർഗ വിദഗ്ധൻ പോലീസിന് നിർണായകമായ സൂചന നൽകി. പെരുമ്പാമ്പുകൾക്ക് അതിജീവിക്കാൻ സ്ഥിരമായ ചൂടും ഈർപ്പവും അനിവാര്യമാണെന്നും ഇവയെ വളർത്തുന്ന മുറികളിൽ താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്താൻ വൻതോതിൽ വൈദ്യുതി വേണ്ടിവരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ സൂചനയിൽ ഊന്നി പോലീസ് പ്രദേശത്തെ വൈദ്യുതി ബില്ലുകളൊക്കെ തന്നെ പരിശോധിച്ചു. ഇതിലൂടെയാണ് അസാധാരണമായ വൈദ്യുതി ഉപയോഗം കാണിക്കുന്ന ഗുയോയുടെ ഫ്ളാറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൊഴിലില്ലാത്ത ഗുയോ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. തന്റെ താമസ സ്ഥലത്തെ ഫർണിച്ചറുകളെല്ലാം ഒരു ചെറിയ മുറിയിലേക്ക് ഒതുക്കി ബാക്കിയുള്ള 2 കിടപ്പ് മുറികളും സ്വീകരണ മുറിയും പൂർണ്ണമായും പാമ്പുകളെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. 2014-ൽ 4 പെരുമ്പാമ്പുകളെ വാങ്ങിയാണ് ഗുയോയും സംഘവും പാമ്പ് വളർത്തൽ ആരംഭിച്ചത്. പിന്നീട് ഇവയെ ഉപയോഗിച്ച് 100 കണക്കിന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഓൺലൈൻ വഴി വൻതോതിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു. താനൊരു ജീവജാല സൃഷ്ടാവാണെന്ന് അവകാശപ്പെട്ട ഗുയോ പാമ്പുകളെ തനിക്ക് ഒട്ടും ഭയമില്ലെന്നും വ്യത്യസ്ത നിറങ്ങളിലുള്ള പാമ്പുകളെ രൂപകൽപ്പന ചെയ്യാൻ ഇഷ്ടമാണെന്നും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് നടത്തിയ വിശദമായ റെയ്ഡിലാണ് ഏകദേശം 436 പാമ്പുകളെയാണ് പോലീസ് കണ്ടെത്തിയത്. ഇവയ്ക്ക് ഏകദേശം 30 ദശലക്ഷം, അതായത് ഏകദേശം 3.3 ദശലക്ഷം പൗണ്ട് വില മതിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംരക്ഷിത വന്യജീവികളെ അനധികൃതമായി വളർത്തുകയും വിൽക്കുകയും ചെയ്ത കുറ്റത്തിന് ഗുയോയ്ക്കും 2 സഹായികൾക്കും കോടതി തടവ് ശിക്ഷ വിധിച്ചു. കണ്ടെടുത്ത പാമ്പുകളെ പിന്നീട് സുരക്ഷിതമായി തദ്ദേശീയ മൃഗശാലയിലേക്ക് മാറ്റി. കൂട്ടിനുള്ളിൽ വളർത്തിയെടുത്ത് നിന്ന് പാമ്പ് രക്ഷപ്പെട്ടതാണെന്ന് വിശ്വസിച്ച അന്വേഷണ സംഘം ഉടമസ്ഥനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഇത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഒടുവിൽ വിദഗ്ധരായവർ പോലീസിന് പുതിയ വഴി കാട്ടിക്കൊടുത്തു. മലമ്പാമ്പുകൾക്ക് ജീവിക്കാനും വംശവർദ്ധനവ് നടത്താനുമാണ് വർഷം മുഴുവൻ ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷം ആവശ്യമാണെന്ന് ഒരു വിദഗ്ധൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഇത്തരമൊരു അന്തരീക്ഷം കൃത്രിമമായി നിലനിർത്താൻ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും. ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി ഉപഭോഗത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗുയോയുടെ വീട് കണ്ടെത്തുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലും ഡി എന്ന പേരുള്ള മറ്റൊരാൾ ഗുയോയുടെ വീട് സ്ഥിരമായി സന്ദർശിക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉരകങ്ങളുടെ പ്രധാന ഭക്ഷണമായ വെള്ളെലികൾ അടങ്ങിയ പാഴ്സലുകൾ ഡി പതിവായി കൈപ്പറ്റുന്നതായും അവർ കണ്ടെത്തി. ഇതിനിടയിൽ പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നതും അവയുടെ സ്വകാര്യ വിൽപ്പനയെക്കുറിച്ച് സൂചന നൽകുന്നതുമായ ഗുയോയുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സംശയം കൂടുതൽ ശക്തമാക്കി. ഇരുവരും ചേർന്ന് 2 മലമ്പാമ്പുകളെ വിറ്റതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. ആവശ്യത്തിന് തെളിവുകൾ ലഭിച്ചതോടെ പോലീസ് ഗുയോയുടെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തി. ഫ്ളാറ്റിലെ ലഭ്യമായ മിക്ക സ്ഥലങ്ങളും ഉരകങ്ങളെ വളർത്തുന്നതിനുള്ള കേന്ദ്രമാക്കി മാറ്റിയതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. വിവിധ മുറികളിലായി പ്ലാസ്റ്റിക് ബോക്സുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച നിലയിലായിരുന്നു. അവയിൽ ഓരോന്നിലും ഓരോ മലമ്പാമ്പുകൾ വീതവും ഉണ്ടായിരുന്നു.
തന്റെ വ്യക്തിപരമായ സാധനങ്ങളെല്ലാം ഒരു കിടപ്പുമുറിയിലേക്ക് മാറ്റിയ ഗുവോ ബാക്കി കിടപ്പുമുറികളും ലിവിംഗ് റൂമാണ് മുഴുവനായി പാമ്പുകളെ വളർത്താൻ ഉപയോഗിച്ചിരുന്നത്. അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഏകദേശം 400-നടുത്ത് പാമ്പുകളെ പോലീസ് പിടിച്ചെടുത്തത്. പ്രദേശത്ത് ഇത്തരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാണിത്. പിടിച്ചെടുത്ത ഉരകങ്ങളെ പിന്നീട് മൃഗശാലയിലേക്ക് മാറ്റി. ചോദ്യം ചെയ്യലിൽ പാമ്പുകളോട് തനിക്ക് വർഷങ്ങളായി വലിയ ഭ്രമമുണ്ടായിരുന്നതായി ഗുവോ സമ്മതിച്ചു. 2014 ഇത് തുടങ്ങുന്നത്. അന്ന് 4 മലമ്പാമ്പുകളെ വാങ്ങിക്കൊണ്ടാണ് താൻ ഇത് തുടങ്ങിയതെന്നും പിന്നീട് സ്വയം ഇതിന്റെ പ്രജനന വിദ്യകൾ പഠിച്ചെടുക്കുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. കാലക്രമേണ വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാമ്പുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം നേടി. വിവിധ ഇനം മലമ്പാമ്പുകളെ വളർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു സ്രഷ്ടാവ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നാണ് അയാൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഈ അനധികൃത ബിസിനസ്സിലൂടെ ഗുയോയും ഡിയോയും ചേർന്ന് ഏകദേശം 80ഓളം മലമ്പാമ്പുകളെ വിറ്റഴിച്ചതായും അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണം പോലീസിനെ മൂന്നാമതൊരു പ്രതിയിലേക്ക് കൂടി എത്തിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഗുയോയ്ക്ക് ആദ്യമായി പാമ്പുകളെ നൽകിയ ഡെങ് എന്ന കടയുടമയായിരുന്നു അത്. ഡെങ്ങിന്റെ വീട്ടിൽ നടത്തിയ തിരച്ചിലിലും 47 മലമ്പാമ്പുകളെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പാമ്പുകളെയും അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവിവർഗങ്ങളെയും കടത്തുന്നത് ഇന്നൊരു പതിവാണ്. ഇത്തരത്തിലുള്ളവയ്ക്ക് വാങ്ങാൻ മാർക്കറ്റിൽ വലിയ തുകയും ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലതരം മരുന്നുകൾക്കും പലതര വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ ഉപയോഗിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇനി മറ്റാർക്കെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് ആരൊക്കെയാണ് ഇത്തരത്തിൽ പാമ്പുകളെ വാങ്ങിയിട്ടുള്ളതും മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ച് വരികയാണ്.